നമസ്കാരം. പാകിസ്ഥാനിൽ പട്ടാളം പിടിമുറുക്കുകയാണ്. വൈകാതെ പാകിസ്ഥാനിൽ പട്ടാള ഭരണം വരുമെന്നതിന്റെ സൂചനകൾ പുറത്തു വന്നു കഴിഞ്ഞു. സൈനിക മേധാവിയായ ഫീൽഡ് മാർഷൽ അസീം മുനീറിന് കൂടുതൽ അധികാരം നൽകാൻ ലക്ഷ്യമിട്ടുള്ള വിവാദപരമായ ഭരണഘടനാ ഭേദഗതിയിലേക്ക് പാകിസ്ഥാൻ കടക്കുകയാണ്. ഈ നീക്കം രാജ്യത്ത് വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചിരിക്കുന്നത്. സിവിലിയൻ ഭരണകൂടത്തിൽ നിന്ന് സൈന്യത്തിലേക്ക് ഭരണപരമായ അധികാരം കൂടുതൽ കേന്ദ്രീകരിക്കാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പാണ് രാഷ്ട്രീയ നിരീക്ഷകർ ഇപ്പോൾ നൽകുന്നത്. പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫിന്റെ നേതൃത്വത്തിലുള്ള പാകിസ്ഥാൻ മുസ്ലിം ലീഗ് നവാസ് മുന്നോട്ട് വെച്ച രാജ്യത്തിന്റെ 27ാം ഭരണഘടനാ ഭേദഗതി സൈനിക മേധാവിയായ അസീം മുനീറിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നതാണ്. സൈന്യത്തിന്റെ കമാൻഡിനെയും നിയന്ത്രണത്തെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 243 ഭേദഗതി ചെയ്യാനുള്ള നിർദ്ദേശമാണ് ഈ നീക്കത്തിന്റെ കാതൽ. നിലവിൽ നവംബർ 28-ന് വിരമിക്കേണ്ട മുനീറിന്റെ സേവന കാലാവധി നീട്ടി നൽകാനും മുനീറിന് അടുത്തിടെ നൽകിയ ഫീൽഡ് മാർഷൽ പദവിക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകാനുമാണ് ഈ ഭേദഗതിയിലൂടെ ശ്രമിക്കുന്നത്. ഇന്ത്യ പാക് സംഘർഷത്തിൽ കനത്ത നാശനഷ്ടം പാകിസ്ഥാന് സംഭവിച്ചതിനു ശേഷം, അതായത് ആഴ്ചകൾക്ക് ശേഷം, മുനീറിനെ പാകിസ്ഥാൻ ഫീൽഡ് മാർഷലായി ഉയർത്തി. എന്നാൽ ഫീൽഡ് മാർഷൽ പദവിക്ക് നിലവിൽ പാകിസ്ഥാൻ ഭരണഘടനയിൽ നിയമപരമായ സ്ഥാനമില്ല. ഈ മാറ്റത്തിലൂടെ മുനീറിന് സ്ഥാനം സുരക്ഷിതമാക്കാനും മുനീറിന് വിപുലമായ അധികാരം നൽകാനും കഴിയും. സൈനിക മേധാവിക്ക് കൂടുതൽ സ്വാധീനം നൽകുന്നതിനൊപ്പം ഈ ഭേദഗതി പാകിസ്ഥാന്റെ ഭരണഘടനയുടെ മറ്റു പല മേഖലയിലേക്കും വലിയ മാറ്റങ്ങൾ വരുത്താനും സാധിക്കും. സുപ്രീം കോടതിക്ക് പുറമെ ഒരു ഭരണഘടനാ കോടതി സ്ഥാപിക്കുക, പ്രവിശ്യകൾക്ക് നൽകിയ അധികാരങ്ങൾ വെട്ടിച്ചുരുക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഈ നീക്കങ്ങൾ നേരത്തെ നേടിയെടുത്ത പ്രവിശ്യ സ്വയംഭരണത്തെ ദുർബലപ്പെടുത്തുകയും ജുഡീഷ്യൽ സ്വാതന്ത്ര്യത്തിന് ഭീഷണിയാവുകയും ചെയ്യുമെന്നാണ് നിയമവിദഗ്ധർ പറയുന്നത്. നേരത്തെ തന്നെ അസീം മുനീറിന്റെ പല നീക്കങ്ങളും വിവാദമായതാണ്. മുനീറിന്റെ അടിക്കടിയുള്ള അമേരിക്ക സന്ദർശനവും അധികാരത്തിൽ കൂടുതൽ പിടിമുറുക്കുന്നതുമെല്ലാം നേരത്തെ വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചു. പാകിസ്ഥാൻ രാഷ്ട്രീയത്തിൽ സിവിലിയൻ ഭരണത്തിനു മേൽ വീണ്ടും സൈന്യത്തിന്റെ പിടിമുറുക്കുന്നതിന്റെ വ്യക്തമായ സൂചനകളാണ് നിലവിലെ ഭരണഘടനാ ഭേദഗതി നീക്കങ്ങളിലൂടെ പുറത്തുവരുന്നത്. രാജ്യത്തെ സൈനിക മേധാവിക്ക് കൂടുതൽ അധികാരം നൽകാൻ ലക്ഷ്യമിട്ടുള്ള ഈ നീക്കം പാകിസ്ഥാന്റെ ജനാധിപത്യ സംവിധാനത്തിന്റെ അടിത്തറയെ തന്നെ ചോദ്യം ചെയ്യുന്നതാണ്. പാകിസ്ഥാന്റെ ചരിത്രം പരിശോധിച്ചാൽ പട്ടാള ഭരണത്തിന്റെ ആവർത്തിച്ചുള്ള കടന്നുവരവുകൾ രാജ്യത്തെ ജനാധിപത്യപരമായ വളർച്ചയെ തടസ്സപ്പെടുത്തുകയും പലപ്പോഴും വലിയ പ്രതിസന്ധികളിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി പാകിസ്ഥാനിൽ പട്ടാള ഭരണം വന്നാൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നുകൂടി അറിഞ്ഞു വെച്ചോളൂ. പാർലമെന്റ്, പ്രധാനമന്ത്രി, മന്ത്രിസഭ എന്നിവയുടെ അധികാരം പൂർണ്ണമായും സൈന്യത്തിലേക്ക് കേന്ദ്രീകരിക്കും. ഭരണഘടനാപരമായ വ്യവസ്ഥകൾ അസാധുവാക്കപ്പെടുകയോ സൈന്യത്തിന് അനുകൂലമായി മാറ്റി എഴുതുകയോ ഒക്കെ ചെയ്യും. നേരിട്ടുള്ള പട്ടാള ഭരണത്തിൽ നിയമവാഴ്ച പ്രഖ്യാപിക്കുകയും പൗരസ്വാതന്ത്ര്യങ്ങൾ, പത്രസ്വാതന്ത്ര്യം എന്നിവ നിയന്ത്രിക്കുകയും ചെയ്യും. അതായത് അടിയന്തരാവസ്ഥ പോലെയായിരിക്കും. അടിച്ചമർത്തലുകൾ കൂടും. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ, പട്ടാള ഭരണത്തിനെതിരെ ശബ്ദമുയർത്തുന്ന രാഷ്ട്രീയ നേതാക്കൾ, പത്രപ്രവർത്തകർ എന്നിവരെ അറസ്റ്റ് ചെയ്യുകയും വിചാരണകൾ സൈനിക കോടതിയിലേക്ക് മാറ്റുകയും ചെയ്യാം. മാധ്യമ നിയന്ത്രണം പൂർണ്ണമായും വരും. വാർത്താവിനിമയ മാർഗങ്ങൾ എല്ലാം സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാകും. സർക്കാരിനെ വിമർശിക്കുന്ന എല്ലാ ഉള്ളടക്കങ്ങളും സെൻസർ ചെയ്യപ്പെടും. മുൻ സൈനിക ഭരണാധികാരിയുടെ കാലഘട്ടത്തിലേതുപോലെ പട്ടാള ഭരണകൂടം നിയമസാധ്യത നേടുന്നതിനായി പലപ്പോഴും രാജ്യത്തെ കൂടുതൽ ഇസ്ലാമികവൽക്കരിക്കാൻ ശ്രമിക്കും. ഇത് മതതീവ്രവാദ ഗ്രൂപ്പുകൾക്ക് വളരാനുള്ള സാഹചര്യം ഒരുക്കും. സൈന്യം രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന തിരക്കിലാകുമ്പോൾ രാജ്യത്തിന്റെ യഥാർത്ഥ ദേശീയ സുരക്ഷാ വെല്ലുവിളികളിൽ ശ്രദ്ധ കുറയുകയും തീവ്രവാദം വീണ്ടും ശക്തിപ്പെടുകയും ചെയ്യും. ഇതിനെല്ലാം പുറമെ സാമ്പത്തികവും സാമൂഹികവുമായ പ്രത്യാഘാതങ്ങളും പാകിസ്ഥാൻ നേരിടേണ്ടതായി വരും. സൈന്യം രാജ്യത്തിന്റെ സാമ്പത്തിക മേഖലകളിൽ, പ്രത്യേകിച്ച് വലിയ വ്യവസായങ്ങളിലും റിയൽ എസ്റ്റേറ്റ് മേഖലകളിലും കൂടുതൽ സ്വാധീനം ചെലുത്തും. ജനക്ഷേമപരമായ പദ്ധതികളേക്കാൾ പ്രതിരോധ മേഖലയ്ക്ക് കൂടുതൽ വിഭവങ്ങൾ മാറ്റിവെക്കും. പ്രാദേശിക പ്രശ്നങ്ങൾ വർദ്ധിക്കുകയും പ്രവിശ്യകളുടെ സ്വയം ഭരണാവകാശങ്ങൾ വെട്ടിച്ചുരുക്കുകയും കേന്ദ്രീകൃത ഭരണം ശക്തമാവുകയും ഒക്കെ ചെയ്യുമ്പോൾ പ്രാദേശിക അസ്വസ്ഥതകളും വിഘടനവാദ പ്രവണതകളും വർദ്ധിക്കും. അതുപോലെ തന്നെ വിദേശ ബന്ധങ്ങളിലും മാറ്റം ഉണ്ടായേക്കാം. പട്ടാള മേധാവിയുടെ വ്യക്തിപരമായ നിലപാടുകൾക്കും താല്പര്യങ്ങൾക്കും അനുസരിച്ച് വിദേശ നയങ്ങളിൽ പെട്ടെന്നുള്ള മാറ്റങ്ങൾ വരാം. ഇന്ത്യയുമായുള്ള ബന്ധം കൂടുതൽ സംഘർഷഭരിതമാകാനും സാധ്യതയുണ്ട്. പട്ടാള ഭരണത്തിനെതിരെയുള്ള പൊതുജനങ്ങളുടെ രോഷം വർദ്ധിക്കുകയും ജനകീയ നേതാക്കളിലൂടെ വലിയ പ്രക്ഷോഭങ്ങളായി അതൊക്കെ മാറുകയും ചെയ്യാം. പട്ടാള ഭരണത്തിന്റെ മടങ്ങിവരവ് പാകിസ്ഥാന് ദീർഘകാലാടിസ്ഥാനത്തിൽ അസ്ഥിരതയും അന്തർമുഖവുമായ സംഘർഷങ്ങളാവും നൽകുക. ചരിത്രം ആവർത്തിക്കാൻ പോവുകയാണെന്ന് പറയാതെ വയ്യ. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെ സൈനിക മേധാവികളെ പോലെ അസീം മുനീറും വ്യക്തിഗത അധികാരത്തിനും സ്ഥാനപരമായ മേധാവിത്വത്തിനും വേണ്ടിയാണ് ശ്രമിക്കുന്നത്. ചുരുക്കത്തിൽ പാകിസ്ഥാൻ ഒരു പടുകുഴിയിലേക്കാണ് നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്ന് പറയേണ്ടി വരും. ന്യൂസ് ഡെസ്ക് ഈനാട് മലയാളം.